രണ്ട് നോട്ട്സുകളെ തമ്മിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലാഡർ നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. ഇതിനുവേണ്ടി ബാക്കിയുള്ള എല്ലാ ലൈനുകളും ഞാൻ കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ട് നോട്ട്സും കൂടെ ഇവിടെ ഇട്ട് കൊടുക്കാനുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ടെണ്ണം ഇടാതിരുന്നത്. അപ്പം ഈ രണ്ട് നോട്ടും കൂടെ ഇട്ടിട്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി ലാഡർ നോട്ട് ഇട്ട് കൊടുക്കാം. ഇത് ബോക്സ് നോട്ട് കൊണ്ടാണ് ഞാനിത് ജോയിൻ ചെയ്തിരിക്കുന്നത്. ബോക്സ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് ഞാൻ വളരെ വിശദമായിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ, പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കണേ. അപ്പോൾ ഈ ഒരു റൗണ്ട് ഫുള്ള് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് രണ്ട് നോട്ടുകളെ അടുത്ത ഒരു ലൈൻ ഇനിയിപ്പോൾ തുടങ്ങണമെങ്കിലും ഇത് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് വേണം അടുത്തതായിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ രണ്ട് ലൈനുകളെ ജോയിൻ ചെയ്ത് ഒരു റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാഡർ നോട്ട് ഇടുന്നത്. ഇതാണ് നമ്മുടെ റണ്ണിങ് വയർ. ഇത് ഞാനിതുപോലെ ഒരു പേപ്പറിലേക്ക് അതൊന്ന് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. കുരുങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ റോൾ ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കണേ. നമ്മുടെ റണ്ണിങ് വയറിനെ ഞാൻ ബാഗിനകത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ പുറത്തൂടെ എടുത്താണല്ലോ ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ലാഡർ നോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ അതിനെ ഉള്ളിലേക്കാക്കി വെച്ചിട്ട് നമ്മുടെ ലാസ്റ്റ് നോട്ടിനെ ആ മുകളിലേക്ക് പോകുന്ന വയറിനെ ഒന്ന് താഴേക്കാക്കി കൊടുത്താൽ അതിൻ്റെ മുകൾ വശം ഇതുപോലെ നമുക്കൊന്ന് വലിച്ചെടുക്കാം. ഇപ്പോൾ അവിടെ ഒരു ലൂപ്പ് വന്നിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. നമ്മൾ ലൂപ്പൊക്കെ പഠിച്ചതാണല്ലോ. അപ്പം ആ മുകളിലുള്ള ഒന്നുകൂടെ കാണിച്ചു തരാം. മുകളിലുള്ള കറുത്ത വയറിനെ താഴേക്കൊന്ന് പുഷ് ചെയ്തിട്ട് കറുത്ത വയറിനെ തന്നെ മുകളിലേക്ക് വലിച്ചെടുക്കാം. ഇപ്പോൾ ഒരു ലൂപ്പ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അകത്തേക്ക് മടക്കി വെച്ച നമ്മുടെ റണ്ണിങ് വയർ അത് നമ്മുടെ ഇടത് കൈ കൊണ്ട് തന്നെ മടക്കിയിട്ട് ഈ ലൂപ്പിനുള്ളിലേക്ക് കയറ്റി കൊടുക്കണം. അതിന് ഇടത് കൈ കൊണ്ട് തന്നെ മടക്കണം, ഇല്ലെങ്കിൽ എപ്പോഴും അങ്ങ് തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ ഇടത് കൈ കൊണ്ട് തന്നെ അത് മടക്കണമെന്ന് പറഞ്ഞത്. അതിനുശേഷം നമ്മൾ അതേ കളറിലുള്ള അതേ ബ്ലാക്ക് കളറിലുള്ള വയറിനെ ഈ ലൂപ്പിനുള്ളിലേക്ക് കയറ്റിയിട്ട് എല്ലാ വയറും കൂടി ടൈറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ നേരത്തെ ബോക്സ് നോട്ടിന് ടൈറ്റ് ചെയ്തതുപോലെ ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് നമുക്ക് എവിടെയാണ് തുടങ്ങിയതെന്നോ എവിടെയാണ് അവസാനിച്ചതെന്നോ ഇപ്പോൾ അറിയാൻ പറ്റത്തില്ല. അതുപോലെ നമ്മൾ രണ്ട് നോട്ട്സുകളെ തമ്മിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഒന്നോ രണ്ടോ തവണ നിങ്ങളൊന്ന് സമാധാനമായിട്ട് കണ്ടു കഴിഞ്ഞ് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതാണിതിൻ്റെ അകവശം. ലാഡർ നോട്ട് ഇടുന്ന ഉടനെ ഇങ്ങനെയാണ് ഇതിൻ്റെ അകവശം വരുന്നത്. അപ്പോൾ ഈ ബാഗ് ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇനിയും നമുക്ക് പുതിയതായിട്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് ആ വയറിനെ റണ്ണിങ് വയറിനെ വെളിയിലേക്ക് വലിച്ചെടുത്തിട്ട് നമുക്ക് അടുത്ത നോട്ട്സ് ഇട്ട് കൊടുത്ത് ഇതിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പക്ഷേ എനിക്കിവിടെ ഇത്രയും മതി, ഈ ബാഗിന് ഹൈറ്റ് ഇത്രയും മതി. ഞാനതുകൊണ്ട് ഇത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ. പക്ഷേ ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് കാണിക്കാൻ, നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു നോട്ട്സും കൂടെ ഇട്ട് കൊടുത്തത്. അപ്പോൾ ഇത് ചെയ്തു നോക്കണം. നമ്മൾ കണ്ട് മനസ്സിലാക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ ചെയ്തു നോക്കുമ്പോഴാണ് നമുക്ക് എത്രമാത്രം അത് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്ന് അറിയുന്നത്. അതുപോലെ പ്രാക്ടീസ് ചെയ്യുക. ലാഡർ നോട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ, ബോക്സ് നോട്ടും ലാഡർ നോട്ടും പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഒരു ബാഗ് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ബൈ.